നമസ്കാരം, സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡെൽറ്റോഡിനെ കുറിച്ചുള്ളതാണ്. ഈ ഡെൽറ്റോഡ് പോസ്റ്റർ പല വേരിയേഷനുള്ള വർക്കൗട്ടുകൾ നമുക്കറിയാം, പല വേരിയേഷനുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിലും ഇടയ്ക്ക് നമ്മളൊന്ന് വർക്കൗട്ടുകൾ മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതല്ല, നല്ല റിസൾട്ട് കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിനും ബിഗിനേഴ്സിനും മാത്രം ഉദ്ദേശിച്ചുള്ള ആ പോസ്റ്റാണ്. സീനിയേഴ്സിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ അറിയാൻ പറ്റുമായിരിക്കും, അവരത് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ ബിഗിനേഴ്സിനും ബിഗിനേഴ്സിനും മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടോട് നമുക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വെയിറ്റ് നമ്മൾ ഡെൽറ്റോഡ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രം എടുക്കാം. ഹെവി ഡബിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റർ റെഡിയാവില്ല. പാരി വലിച്ച് ചിലത് കാണാം ഇങ്ങനെയൊക്കെ അടിക്കുന്നതാണ്. അങ്ങനെ ഒന്നും അടിച്ചാൽ പോസ്റ്റർ റെഡിയാവില്ല. നമ്മൾ ബോഡി വെയിറ്റ് ഒന്ന് കാല് ചേർത്ത് വെക്കുക, ഹാൻഡ് ഹോൾഡ് ചെയ്യുക, എൽബോ ബെൻഡ് ചെയ്യുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് റിപ്പീറ്റേഷൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അതേപോലെ തന്നെ ഒന്ന് ചെറിഞ്ഞതിന് ശേഷം കാലം ചേർത്ത് നിൽക്കുക, ചെറിഞ്ഞ് നിൽക്കുക. ശേഷം ഈ ഹാൻഡ് ബെൻഡ് ചെയ്യണം. ഒരിക്കലും ഇതിങ്ങനെ മേളിലോട്ട് പോകരുത്, എൽബോ താഴെ തന്നെ ആയിരിക്കണം. ഞാൻ ബെഞ്ച് ഇപ്പുറത്ത് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ശരിയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ 20 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു റിപ്പീറ്റേഷൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പമ്പിങ്ങിൽ മാറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഈ പോസ്റ്റർ. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെറ്റിൽ നിർത്തരുത്. ചുരുങ്ങിയത് 4 സെറ്റെങ്കിലും ചെയ്യാം. ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു പോസ്റ്ററിന് കുറച്ചൊരു ടെൻഷൻ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഡെൽറ്റോഡ് പോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഒരു സെറ്റിലൂടെ നമുക്ക് റിപ്പീറ്റേഷൻ പോകാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ബോഡി കറക്റ്റ് പരമാവധി ചെറിഞ്ഞ് നിൽക്കുക. ബോഡി വെയിറ്റുള്ള ഹോൾഡ് ചെയ്യാൻ ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 4 സെറ്റ് ചെയ്യണം. 4 സെറ്റ് ചെയ്യുമ്പോൾ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും മസിൽ ഗ്രൂപ്പ് ഫെയിലിയർ ആകുന്നത് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പോസ്റ്റർ നല്ല മാറ്റം വരും. ഇനി നിങ്ങൾ ഡെൽറ്റോഡ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ വർക്കൗട്ട് മറക്കാതെ ട്രൈ ചെയ്യുക. 100% റിസൾട്ട് കിട്ടുന്നൊരു വർക്കൗട്ടാണ്. ഞാനൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെതായ റിസൾട്ട് നമുക്കുണ്ട്. അറിയാലോ, നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പതുക്കെ ഗെയിൻ ആവുള്ളൂ. ഞാനൊക്കെ 25-30 വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ്. പക്ഷെ പതുക്കെ ഗെയിൻ ആയാൽ മാത്രം മതി. നിങ്ങൾക്ക് നിലനിന്ന് പോകും. നിങ്ങളിപ്പോൾ 4 ദിവസം വർക്കൗട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരാഴ്ച വർക്കൗട്ടിന് പഴയ ഫോമിലോട്ട് നിങ്ങൾ തിരിച്ചു വരും. അതാണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.